ഡൽഹിയിൽ നിന്ന് ലക്ഷറി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടൊരു സുവർണ അവസരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടി BMൻ്റെ 5 സീരീസ് 520D ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞത് കുറച്ചൊരു മോഡൽ കൂടിയ വണ്ടിയാണ്. 2016 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 2017 രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. UP16 നോയിഡ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു നല്ലൊരു കിഡിലൻ ബ്ലാക്ക് കളറോട് കൂടിയിട്ടുള്ള 520D ആണ്. ലക്ഷറി ലൈനാണ് കേട്ടോ വരുന്നത്. അതായത് ടോപ്പ് എൻഡ് മോഡലിൽ വരുന്ന ഒരു വാഹനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ വളരെ കുറവാണ്. വളരെ കുറവ് മീൻസ് 2016-17 വണ്ടിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ജസ്റ്റ് 17 ഇറങ്ങിയ പുറത്തിറങ്ങിയ വണ്ടിയാണ്. ഓൾമോസ്റ്റ് 7 കൊല്ലത്തോളം പഴക്കമുണ്ട്. ആകെ 44,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടയറൊക്കെ നല്ല അടിപൊളി ടയർ കണ്ടീഷനാണ്, നല്ല ബോഡി ക്വാളിറ്റിയാണ്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു കിഡിലൻ 5 സീരീസ് ആണ്. അപ്പോൾ 5 സീരീസ് ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നല്ലൊരു 3 സീരീസ് 320D വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 5 സീരീസിനൊക്കെ കുറേ ആളുകൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 സീരീസ് കണ്ടപ്പോൾ വണ്ടി കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. കുറച്ചൊരു മോഡലുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വിലയും വരുന്നുണ്ട്. അപ്പോൾ വില കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഏതായാലും ഓരോ ഭാഗങ്ങളും പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിൽ തുടങ്ങിയാലോ. ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങിൽ, അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ടാൻ അല്ല, ഇത് വേറൊരു ടൈപ്പ് കളറാണ്. ഇതിൻ്റെ കളറിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. കിലോമീറ്റർ വന്നിട്ട് 44,635 ആട്ടോ. 635 കിലോമീറ്ററാണ്, മൈൽസിലല്ല. പിന്നെ അതുപോലെ തന്നെ റൂഫൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. സൺ റൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറകിലെ സീറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. നല്ല കണ്ടീഷനാണ്. നല്ല മീൻസ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. കുറച്ച് ചെളി കാര്യങ്ങളുണ്ടെന്നല്ലാതെ വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ മുകളിലില്ല. ഇപ്പോൾ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത വണ്ടിയാണ്. ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. ജസ്റ്റ് ഒന്നൊരു ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ വേറെ പറഞ്ഞു പോയതോ അല്ലെങ്കിൽ തേയ്മാനങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല വണ്ടിയുടെ മുകളിൽ. ഇപ്പോൾ ഈ ബ്ലാക്കും ബ്ലൂ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല BMനെ സംബന്ധിച്ച്. കാരണം ബ്ലൂ ആണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരാറുള്ളത്. അപ്പോൾ ഇത് ഒരു ഫുള്ളി ബ്ലാക്കിഷ് കളറിലോട് കൂടിയിട്ടുള്ള വണ്ടിയാട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഈ ഒരു സൈഡത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% മുകളിലായിട്ട് നമുക്ക് ടയർ പറയാൻ പറ്റും. കാരണം അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാണ്. കാരണം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ 18 ഇഞ്ചിൻ്റെ വീലാണ് വരുന്നത്. അപ്പോൾ ടയറിനൊക്കെ അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് തന്നെ ടയർ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ബോഡി ആണെങ്കിലും ഈ സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് അവിടെ ഉണ്ട് കേട്ടോ. അല്ലാതെ വേറെ മേജറായിട്ടുള്ള ഡെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഡിക്കി കൂടി ഒന്ന് തുറന്ന് നോക്കാം. ഡിക്കിക്കകത്ത് അത്യാവശ്യം സാധനങ്ങളുണ്ട്. ഇതൊന്നും എൻ്റെ ബാഗാണ്. പിന്നെ അതിൻ്റെ കവറ് കാര്യങ്ങൾ, ഇതാണ് സ്റ്റെപ്പിന് വരുന്നത്. സ്റ്റെപ്പിന് ടയറുണ്ട്. പിന്നെ സ്റ്റെപ്പിന് നമ്മളെ ഒരു ബോധറാവൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ സ്റ്റെപ്പിനിട്ട് കുറേ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാ സ്പെയർ എല്ലാ ആക്സറീസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിക്കി ഒക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ, വണ്ടിയുടെ റീപ്ലേസ്ഡൊന്നുമല്ല. പിന്നെ പുറകിൽ നോക്കുകയാണെങ്കിലും വേറെ മേജറായിട്ടുള്ള ഡെൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്ന് പോളിഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിങ്ങിലേക്ക് മാറും. ഇപ്പോൾ നിലവിൽ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്തായാലും ഒരു 90% ടയറുണ്ട്. അതും ഫ്രണ്ടിലെ ഈ ഒരു ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 90%-ഓളം നല്ല കട്ടയുണ്ട്. എന്തായാലും കുറേ ദൂരം ഓടാനുള്ള ത്രെഡ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ലക്ഷറി ലൈനാണ് വരുന്നത്. അതിൻ്റെ ബാഡ്ജിങ് അവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പാഡ് ഒക്കെ നല്ല വൃത്തിയുണ്ട്. ഡാഷ്ബോർഡ് ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ആ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല ഒരു ഫിനിഷിങ് തന്നെയാണ്. അതിൻ്റെ ഒരു യൂസേജ് നമുക്കതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും.
ഏതായാലും ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേറെ അതിൻ്റെ മുകളിൽ വലിയൊരു പൈസ കാര്യങ്ങളൊന്നും മുടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. കാരണം ചില വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ക്യാഷ് മുടക്കേണ്ടതായിട്ട് വരും. അപ്പം ഇതൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി. വേറെ പൈസ അതിൻ്റെ മുകളിൽ എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും മുടക്കേണ്ടതായിട്ടില്ല. ഇനി ഇതാണെങ്കിൽ കിലോമീറ്റർ കുറഞ്ഞൊരു വണ്ടി കൂടിയാണ്. ആകെ 44,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. 2016 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 17 രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള 5 സീരീസ് ആട്ടത്. 520D ആണിത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഔട്ടർ ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും എൻജിൻ റൂമും കൂടി ഒന്ന് തുറന്നിട്ട് എൻജിനകത്ത് ഇപ്പോൾ ലക്ഷറി വണ്ടിക്ക് ആയതുകൊണ്ട് തന്നെ എൻജിനകത്തൊന്നും കാണാൻ പറ്റില്ല. ബോണറ്റ്, ബോണറ്റിനകത്ത് ഫുള്ള് കവേർഡ് ആയിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്നാലും വേറെ വല്ല തട്ടോ ഉണ്ടോ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഔട്ടറിൽ കാണുന്ന പഞ്ചിങ് മാർക്കൊക്കെ അതേപോലെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഇപ്പം ഈ ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എന്തായാലും ഇങ്ങനത്തെ വണ്ടിയൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഫിസിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ബോണറ്റ് തന്നെയാണ്, റീപ്ലേസ്ഡ് അല്ല. പിന്നെ നമ്മൾ സാധാ വണ്ടി കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു പേസ്റ്റിങ് കാര്യങ്ങളൊന്നും ലക്ഷറി വണ്ടിയിൽ BM-നകത്തൊന്നും അങ്ങനെ വരാറില്ല. ചുമ്മാ അങ്ങ് മടക്കി വെച്ച പോലെ തന്നെയാണ് ഒറിജിനൽ ബോണറ്റും ഉണ്ടാകാറുള്ളത്. അപ്പോൾ 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള BM-ൻ്റെ 520D ലക്ഷറി ലൈനാണ്. അപ്പം ഇതിൻ്റെ വിലയായിട്ട് പറഞ്ഞിട്ടുള്ളത് 17,50,000 രൂപയാണ് കേട്ടോ. 17,50,000 ആണ്. പക്ഷേ ആ റേറ്റ് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് നെഗോസിയേഷൻസ് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര കിട്ടിയാലേ കൊടുക്കുമെന്ന് വാശി പിടിക്കുന്ന ഒരാളല്ല. അപ്പം നമ്മളൊന്ന് ഒരു ഡീലിൻ്റെ ആ ഒരു സമയത്ത് സംസാരിച്ചിരുന്ന സമയത്ത് ചെറിയൊരു മാറ്റം കൂടി നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 17,000 ആ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 17,50,000 17.50 ലാക്സിന് നിങ്ങൾക്ക് 520D 2016-17 മോഡൽ 44,000 റണ്ണിംഗ് ഉള്ള സെക്കൻഡ് ഓണർ ലക്ഷറി ലൈനിലുള്ള വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ വാഹനം ആവശ്യപ്പെട്ടിട്ടുള്ള വണ്ടിയുടെ RC ബുക്കോ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ പേപ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ഞാൻ ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി എടുക്കേണ്ടവർക്കൊക്കെ എൻ്റെ RC ബുക്കിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി വണ്ടികളൊക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.